ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അധികം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമേജാണ് AI ഇമേജ്. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഭാവന അനുസരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നത് ഒരു വണ്ടിയുടെ എനിക്ക് വേണ്ട രീതിയിൽ എൻ്റെ നമ്പർ വെച്ച് വണ്ടിയുടെ ബ്രാൻഡ് വെച്ചിട്ട് മൗണ്ടൻ സൈഡ് ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് ഈ ഇമേജസ്. ഇതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത്, നമുക്ക് എങ്ങനെ രീതിയിലുള്ള ഇമേജാണ് വേണ്ടത്, അത് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ അത് നോക്കാം. അതിനായിട്ട് ശരിക്കും നമുക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ബിങ് AI ജനറേറ്റർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് ആ ബിങ് എന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ട്, ഇമേജ് ക്രിയേറ്റർ ഫ്രം മൈക്രോസോഫ്റ്റ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ സൈറ്റിലേക്ക്, ഒരു മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിലേക്കാണ് കയറി പോകുന്നത്. അതിനകത്ത് നമുക്കൊരു ബോക്സ് കാണാം, ഒരു ഡയലോഗ് ബോക്സ്. അതിനകത്താണ് ശരിക്കും നമുക്ക് ഏത് രീതിയിലുള്ളൊരു പടമാണ്, നമ്മുടെ ഭാവനയിലുള്ള എങ്ങനത്തെ ഒരു പടമാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഏത് രീതിയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അവരെടുത്തിട്ട് അവരുടെ രീതിയിലുള്ള അത് കമ്പൈൻ ചെയ്തിട്ടൊരു പടമാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു താർ ജീപ്പ് വിത്ത് ഒരു വണ്ടി നമ്പർ, ഫോർ എക്സാമ്പിൾ KL07 A2255 എന്ന് പറഞ്ഞൊരു നമ്പർ വിത്ത് നമ്പർ പ്ലേറ്റിൽ ഒരു നമ്പർ പ്ലേറ്റിൽ പിന്നെ നമുക്കിപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട്, അതാണ് നമ്മൾ ഒരു ബീച്ച് സൈഡ്, അതായത് ഞാനിപ്പോൾ ബീച്ച് ബാക്ക്ഗ്രൗണ്ടാണ് കൊടുത്തേക്കണത്. അപ്പോൾ അതാണ് എനിക്ക് വേണ്ട ഇമേജ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അത് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് ബട്ടണിൽ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ക്രിയേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു നമ്മൾ കൊടുത്ത ഡിസ്ക്രിപ്ഷനായിട്ട് മാച്ച് ചെയ്തിട്ട് ഒരു ഇമേജ് പ്രോസസ്സ് ചെയ്യും. അതിന് ചിലപ്പോൾ ഒരു 2-3 മിനിറ്റ് ടൈം എടുക്കുന്നൊരു പരിപാടിയാണ്. പ്രോസസ്സ് ചെയ്തിട്ട് നമ്മുടെ ഒരു റിസൾട്ട് നമുക്ക് വേണ്ട ഒരു റിസൾട്ട് ഒരു 4 പടമായിട്ട് അവർ നമുക്ക് റിസൾട്ട് തരും. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു 4 പിക്ചർ. അതൊരു നമ്മൾ കൊടുത്ത ഒരു താർ ജീപ്പ് അതിൻ്റെ നമ്പർ കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിലും ഏറെക്കുറെ ശരിയായിട്ട് വന്നിട്ടുണ്ട്, വിത്ത് ഒരു ബീച്ച് ബാക്ക്ഗ്രൗണ്ടിൽ. അതിനൊരു 4 പടം നമുക്ക് AI ഇട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് എന്ത് രീതിയിലുള്ളൊരു നമ്മുടെ ഭാവനയിലുള്ളൊരു പടം നമുക്കത് കറക്റ്റായിട്ട് നമ്മൾ വേണ്ട രീതിയിൽ അത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ AI വെച്ചിട്ട് ഒരു 70% നമുക്കൊരു പടം റിസൾട്ടായിട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.